ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഫ്രാൻസ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനം ഈ വിഷയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ജനറൽ അസംബ്ലിയിൽ പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന ഫ്രാൻസിന്റെ നിലപാട് ഇസ്രയേലിനും അതിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കും വലിയ നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ നീക്കം നിലവിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളുടെ പേരിൽ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്നതിനും സംശയമില്ല. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ലോകമെമ്പാടുമുള്ള നേതാക്കളെയും പൊതുജനങ്ങളെയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 60,000-ലധികം പേരും അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 2 ലക്ഷത്തോളം ആളുകളും ഇതിനോടകം തന്നെ പാലസ്തീനിൽ കൊല്ലപ്പെട്ടുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോക മനസാക്ഷി തന്നെ ഉണർത്തിയിട്ടുമുണ്ട്. പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ദുരിതമനുഭവിക്കുകയാണ്. ആരാധനാലയങ്ങൾ പോലും അഭയസ്ഥാനമല്ലാതായി മാറിയതും സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളും ഇസ്രയേലിനെതിരെ പൊതുജനാഭിപ്രായം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുമ്പോൾ അതിന് കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലെന്നാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും രാജ്യങ്ങളും ശബ്ദമുയർത്തി പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിന്റെ ഈ ധീരമായ തീരുമാനം കൂടുതലും പ്രാധാന്യം അർഹിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ തീരുമാനം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളായ ബ്രിട്ടനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഫ്രാൻസിന് പാലസ്തീനെ അംഗീകരിക്കണമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കായിക്കൂടാ എന്ന ചോദ്യം ബ്രിട്ടനിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും വ്യാപകമായി ഉയരുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വലിയ സമ്മർദ്ദത്തിലാണ്. സ്വന്തം പാർട്ടിക്കുള്ളിലെ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരും 1/3 കൂടുതൽ എംപിമാരും പാലസ്തീനെ അംഗീകരിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സമ്മർദ്ദങ്ങൾ സ്റ്റാർമറെ ഒരു അനുകൂല തീരുമാനമെടുക്കാൻ നിർബന്ധിതനാക്കുമോ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിലും സമാനമായ ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. മാനുഷിക പരിഗണനകൾ മുൻനിർത്തി പല യൂറോപ്യൻ നേതാക്കളും പാലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സന്നദ്ധരാണെന്ന് പ്രകടമാക്കുകയും ചെയ്തു. ഗാസയിലെ സൈനിക നടപടികളുടെ പേരിൽ ഇസ്രായേൽ ഇതിനോടകം തന്നെ ആഗോള വിമർശനം നേരിടുകയും ചെയ്യുന്നുണ്ട്. സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് പല രാജ്യങ്ങളും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഫ്രാൻസ് പോലുള്ള G7 ശക്തി കേന്ദ്രങ്ങൾ പോലും പാലസ്തീനെ അംഗീകരിക്കുന്നതും ഇസ്രായേലിനെ ലോകത്ത് കൂടുതലും ഒറ്റപ്പെടുത്തും. സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്ര ബന്ധങ്ങളിലെ വിള്ളലുകളും ഇസ്രായേലിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. നിലവിൽ ഇസ്രായേലിൽ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും വീഴാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സർക്കാരും നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ ഫ്രാൻസിന്റെ ഈ നീക്കം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും കനത്ത തിരിച്ചടിയാകും. കൂടുതൽ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീനെ പിന്തുണച്ചാൽ ഇസ്രായേൽ അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്താനും അധിനിവേശം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനും നിർബന്ധിതരാകും. ഗാസയെയും പാലസ്തീൻ രാഷ്ട്ര പദവിയെയും കുറിച്ച് കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള നെതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾക്ക് ഇത് കോട്ടം തട്ടും. മാത്രമല്ല, ഇസ്രയേലിനെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ സ്ഥിതി മറിച്ചല്ല. അമേരിക്ക എന്നും ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു. ഇസ്രയേലിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ പല തീരുമാനങ്ങളെയും വീറ്റോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞത് അമേരിക്കയാണ്. എന്നാൽ ഇപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗങ്ങൾ പോലും മുഖം തിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. അന്ധമായി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ അമേരിക്കയ്ക്ക് സ്വന്തം സഖ്യകക്ഷികളുടെയും സ്വന്തം ജനങ്ങളുടെയും വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം. പല യുവ അമേരിക്കക്കാരും പുരോഗമന രാഷ്ട്രീയക്കാരും അമേരിക്ക കൂടുതൽ നീതിയുക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ അമേരിക്ക ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിയിലാണിപ്പോൾ. ലോകം മുഴുവൻ ഇപ്പോൾ മാറുകയാണ്. എന്ത് വന്നാലും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന പഴയ രീതി ഇനി ഉണ്ടാവില്ല. ഗാസയിലെ യുദ്ധവും പാലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകളും പൊതുജനാഭിപ്രായത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. ലോകരാജ്യങ്ങൾ സമാധാനം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഫ്രാൻസിന്റെ ഈ തീരുമാനം. അധികം വൈകാതെ തന്നെ ബ്രിട്ടനും ഈ തീരുമാനത്തെ പിന്താങ്ങേണ്ടി വരും. ലോകരാജ്യങ്ങളുടെ ഈ നീക്കം ഇസ്രയേലിന്റെ അഹങ്കാരത്തിനേൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമെന്നതിലും തർക്കമൊന്നുമില്ല. പാലസ്തീനെ അംഗീകരിക്കാൻ മടിച്ചുകൊണ്ട് 14 വട്ടം വീറ്റോ അധികാരം ഉപയോഗിച്ച് അമേരിക്കയ്ക്കും ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അടുത്തതായി ബ്രിട്ടനിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് ഇത് വലിയൊരു മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു പുതിയ ലോകനയ മാറ്റം സംഭവിച്ചേക്കാം. അത് പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയ്ക്ക് പുതിയ ഊർജവും നൽകിയേക്കാം. പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റിന്റെ
പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ നീക്കം നിർണായകമായേക്കാമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയും ഇത് വിപരീത ഫലങ്ങൾ ഉളവാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം കേവലം ഒരു നയതന്ത്ര തീരുമാനത്തിനപ്പുറം പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ സങ്കീർണതകളെയും അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങളെയും പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളെയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ പാലസ്തീൻ പക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രയേലും അമേരിക്കയും ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്.